ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പേപ്പർ മേക്കപ്പ് ചലഞ്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ചലഞ്ച് ചെയ്യുന്നത്. യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് വീഡിയോ ആണ് പേപ്പർ വെച്ചിട്ടുള്ള ഈ ഒരു മേക്കപ്പ് ചലഞ്ച്. ഇതിൻ്റെ അവസാനം എന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ ഒരു പേപ്പറിനെ ഞാൻ രണ്ടായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരിക്കൽ കൂടെ ഒന്നിങ്ങനെ കീറിയെടുക്കാം. അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഗായ്സ്, ഇനി നമുക്ക് മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ BB ക്രീമാണ് ആദ്യം എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള അത്രയും BB ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊന്ന് ഡോട്ടായിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്പഞ്ചിന് പകരം നമ്മൾ പേപ്പറാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മുടെ പേപ്പർ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പേപ്പർ ഇതുപോലെ നന്നായിട്ട് ചുരുട്ടി മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്പഞ്ച് പോലെ നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ് ഗൈസ്. നമ്മുടെ BB ക്രീം കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ ഫേസിലല്ല, പകരം ഈ ഒരു പേപ്പറിലാണ് ഫുള്ളായിട്ടും ആയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ഈ പേപ്പർ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ കൂടുതലും ഈ ഒരു പേപ്പറിലാണ് ഫുള്ള് നമ്മുടെ BB ക്രീം ആയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. BB ക്രീം ഇട്ടിട്ട് ഈ ഒരു പേപ്പർ നല്ല സുന്ദരനായിട്ടുണ്ടായിരുന്നു. BB ക്രീം ഇട്ടതിന് ശേഷം ഞാനിവിടെ ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ടാൽക്കം പൗഡറും ഇതുപോലെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ടാൽക്കം പൗഡർ ഇടാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഈ ഒരു പേപ്പർ വെച്ചിട്ട് ടാൽക്കം പൗഡർ ഇടാൻ കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നി. നമ്മൾ ഹാൻഡ് കർച്ചീഫൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഞാനിവിടെ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടി ഞാൻ നേരത്തെ എടുത്ത ആ ഒരു പേപ്പറിൽ നിന്ന് കുറച്ച് പേപ്പർ ഇതുപോലെ കീറി എടുക്കുന്നുണ്ട്. പേപ്പറിനും പിശുക്കാണോ എന്ന് വിചാരിക്കരുത് ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഒരു പീസ് ഓഫ് പേപ്പർ വെച്ചിട്ട് ഒരു പിങ്ക് കളർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്രഷ് അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യുന്ന പോലെ ഈ ഒരു പേപ്പറിലേക്ക് ഐ ഷാഡോ നല്ല രീതിയിൽ വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഐ ഷാഡോ ഇങ്ങനെ കുത്തിയൊക്കെ എടുത്ത് നമ്മുടെ കണ്ണിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ള ഐ ഷാഡോ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെയിം ഷെയ്ഡ് വെച്ചിട്ട് ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ആ സെയിം പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പോമഗ്രാനൈറ്റ് ചലഞ്ചിലെ ബ്ലഷ് പോലെ ആയില്ല, ഭാഗ്യം. ഇനി നമ്മൾ അടുത്ത ടാസ്കിലേക്കാണ് പോകുന്നത്. പേപ്പർ വെച്ചിട്ട് നമ്മൾ ഐലൈനറാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഐലൈനർ എങ്ങനെ വരയ്ക്കും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഐലൈനർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണിലേക്കൊന്ന് വച്ചു കൊടുക്കുകയാണ്. കണ്ണിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഒന്നും തന്നെ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ തകർന്നു പോകില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ഒന്ന് പേപ്പറിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. എന്താവും നമുക്ക് നോക്കാം. ഒരു വിധത്തിൽ നമ്മുടെ ഐലൈനർ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ നമുക്ക് അപ്പുറത്തെ കണ്ണിലും കൂടെ കിട്ടണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എങ്ങനെ ഐലൈനർ വരയ്ക്കാം എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് ഗൈസ് ഞാൻ. ചതിച്ചു ഗൈസ്, ചതിച്ചു. എനിക്ക് ഈ സൈഡും ആ സൈഡും രണ്ട് രീതിയിലാണ് കിട്ടിയത്. പിന്നെ
ഞാൻ പേപ്പർ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ ഐലൈനർ വരച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ എനിക്ക് റൈറ്റ് സൈഡ് ഐലൈനറാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും ഇപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡ് ഐലൈനറാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ നമ്മുടെ ഐലൈനർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു മണ്ടത്തരം കൂടെ കാണിച്ചത്. ഐലൈനർ വൃത്തിയാക്കി അവസാനം വൃത്തികേടാക്കി ഗൈസ്. അവസാനം ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് ഞാൻ ആശ്വസിക്കേണ്ടി വന്നു. ഇനി നമുക്ക് പൊട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഒരു ചലഞ്ചിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രീം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ചുണ്ടിൻ്റെ താഴെയും മുകളിലും ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ആ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മേക്കപ്പ് ചലഞ്ച് അധികം ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ പോമഗ്രാനൈറ്റ് മേക്കപ്പ് ചലഞ്ചും ജെംസ് മേക്കപ്പ് ചലഞ്ചും ചെയ്തപ്പോൾ വളരെ വൃത്തികേടായിട്ടുള്ള റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മേക്കപ്പ് ചലഞ്ച് സക്സസ്ഫുൾ ആണ്. ഈ ഒരു മേക്കപ്പ് ചലഞ്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ ഗായ്സ്, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ചലഞ്ച് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.